പാർട്ടി അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങളെ പരസ്യമായി വിമർശിച്ച സമസ്ത നേതാവിനെതിരെ നടപടി വൈകുന്നതിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയാണ്. സാദിഖ് അലി തങ്ങളെ വിമർശിച്ച സമസ്ത മുശവറ അംഗവും സംഘടനയിലെ ലീഗ് വിരുദ്ധരുടെ നേതാവുമായ ഉമർ ഫൈസി മുക്കത്തിനോട് വിശദീകരണം ആരാഞ്ഞുകൊണ്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നടപടി സ്വീകരിക്കാത്തതാണ് ലീഗിനെ അസ്വസ്ഥരാക്കുന്നത്. ഇതിന്റെ പ്രതിഫലനമെന്നോളം സമസ്തയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുകയെന്ന ലക്ഷ്യത്തോടെ തന്നെ പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുമുണ്ട്. സമസ്തയിലെ ഒരു വിഭാഗം നടത്തുന്ന മുസ്ലിം ലീഗ് വിരുദ്ധ നീക്കങ്ങൾ നിയന്ത്രിച്ചില്ല എങ്കിൽ മഹല്ലുകളിലേക്ക് കൂടി പ്രവർത്തനം വ്യാപിപ്പിക്കാൻ സമസ്ത ആദർശ സംരക്ഷണ സമിതി തീരുമാനിച്ചിരിക്കുകയാണ്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഗാസി സ്ഥാനത്തിനുള്ള യോഗ്യത ചോദ്യം ചെയ്ത മുക്കം ഉമർ ഫൈസിക്കെതിരെയും സുപ്രഭാതത്തിലെ വിവാദ പരസ്യത്തിന്റെ കാര്യത്തിലും ഒരാഴ്ചയ്ക്കകം നടപടിയെടുത്തില്ല എങ്കിൽ താഴെത്തട്ടിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ച് പ്രതിരോധിക്കാനാണ് സമിതിയുടെ നീക്കം. അടുത്തയാഴ്ച മലപ്പുറത്ത് അഡ്ഹോക്ക് കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ട് ഭാവി പ്രവർത്തനങ്ങളിൽ തീരുമാനമെടുക്കും. ആവശ്യമെങ്കിൽ സ്ഥിരം സമിതിയാക്കി മാറ്റുകയും ചെയ്യും. ഉമർ ഫൈസി മുക്കം, സത്താർ പന്തല്ലൂർ, ഹമീദ് ഫൈസി അമ്പലക്കടവ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിഭാഗം CPM-ന് വേണ്ടി പ്രവർത്തിക്കുകയാണ് എന്നതാണ് മഹല്ല് തലങ്ങളിൽ യോഗം വിളിച്ചുകൊണ്ട് ബോധവൽക്കരിക്കും. സമസ്തയെ പിളർത്തിക്കൊണ്ട് ദുർബലപ്പെടുത്തുകയാണ് ഇവരുടെ ലക്ഷ്യമെന്നാണ് സമിതി ആരോപിക്കുന്നത്. ഇപ്പോഴുള്ള തർക്കം ഏതെങ്കിലും ഘട്ടത്തിൽ പിളർപ്പിലേക്ക് എത്തുകയാണെങ്കിൽ അണികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഒപ്പം നിർത്തുക എന്ന ലക്ഷ്യം കൂടി ഇവർക്കുണ്ട്. സമസ്ത ലീഗ് തർക്കത്തിൽ മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ സമസ്ത നേതൃത്വവുമായി അനുരഞ്ജന ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൽ പരിഹാരമുണ്ടാവുമോ എന്നും നോക്കേണ്ടി വരും. അതിനാണ് ഒരാഴ്ച കൂടി കാത്തിരിക്കാൻ ഇപ്പോൾ സമിതി തീരുമാനിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള സംഘടനയാണ് മഹല്ല് ഫെഡറേഷൻ. അവരുടെ പങ്കാളിത്തത്തോടെ തന്നെയാണ് സമിതിയുടെ പ്രവർത്തനവും. സമസ്തയിലെ ഭൂരിഭാഗം മുശവറ അംഗങ്ങളും മുസ്ലിം ലീഗുമായി യോജിച്ചു പോകണമെന്ന അഭിപ്രായമുള്ളവരാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം ലീഗിന് തിരിച്ചടി നൽകുമെന്നാണ് ഒരു വിഭാഗം പറയുന്നതും. പക്ഷേ ടീം സമസ്ത എന്ന പേരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ വീടുകൾ കയറിക്കൊണ്ട് ലീഗിനെതിരെ പ്രചാരണം നടത്തിയിട്ടും അബ്ദുൽ സമദ് സമദാനിക്ക് വോട്ട് കൂടുകയാണ് ഉണ്ടായതെന്ന് ലീഗ് അനുകൂലികൾ പറഞ്ഞു വെക്കുന്നുണ്ട്. SKSSF-ന്റെ നേതൃത്വത്തിൽ ആദർശ സമ്മേളനം എന്ന പേരിൽ ലീഗിനെയും പാണക്കാട് കുടുംബത്തെയും കുറ്റപ്പെടുത്തലാണ് നടക്കുന്നതെന്നും ആദർശ സംരക്ഷണ സമിതി ആരോപിക്കുന്നുണ്ട്. സമസ്തയിലെ ലീഗ് വിരുദ്ധ നീക്കം തടയാൻ ആദർശ സംരക്ഷണ സമിതിക്ക് രൂപം നൽകിക്കൊണ്ടായിരുന്നു ലീഗിന്റെ ഈ സമ്മർദ്ദം. ഇതോടെ സമസ്തയിലെ ഭിന്നത തുറന്ന പോരിലേക്ക് എത്തിയിരിക്കുകയുമാണ്. 1981 ഉണ്ടായതുപോലെ പിളർപ്പിന്റെ സാഹചര്യമാണ് സംഘടനയിൽ നിലവിലുള്ളതെന്നും അത്തരം പിളർപ്പ് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ആദർശ സംരക്ഷണ സമിതിക്ക് രൂപം കൊടുത്തതെന്നുമാണ് നിലവിലെ വിശദീകരണം. പാണക്കാട് തങ്ങളെ വിമർശിച്ച മുശാവറ അംഗത്തിന് എതിരെ നടപടി ഉണ്ടായില്ല എങ്കിൽ സമസ്തയെ പിളർത്താനും മടിക്കില്ല എന്ന സന്ദേശമാണ് ലീഗ് ഇതിലൂടെ നൽകിയിരിക്കുന്നത്. നേരത്തെ സമാനമായ സമ്മർദ്ദം ചെലുത്തിയപ്പോഴാണ് ഉമർ ഫൈസി മുക്കത്തോട് വിശദീകരണം തേടാൻ സമസ്ത നേതൃത്വം നിർബന്ധിതമായത്. 40 അംഗ സമസ്ത മുശവറയിൽ 35 പേരും മുസ്ലിം ലീഗ് അനുകൂല നിലപാടുകളാണെന്ന ആത്മവിശ്വാസത്തിലാണ് പിളർത്താനും മടിക്കില്ല എന്ന സന്ദേശം നൽകാൻ തയ്യാറായത്. സമസ്തയുടെ പേരിൽ ആദർശ സംരക്ഷണ സമിതി രൂപീകരിച്ചത് അച്ചടക്ക ലംഘനമാണെന്നും നടപടി വേണമെന്നുമാണ് സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ ആവശ്യം. ഉമർ ഫൈസി മുഖത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ജമയത്തുൽ അല്ലമീൻ കോഴിക്കോട് ജില്ലാ കൗൺസിൽ പ്രമേയം പാസാക്കിയിട്ടുമുണ്ട്. രാഷ്ട്രീയക്കാരെ ഭയന്നുകൊണ്ട് മതവിധികൾ പറയാതിരിക്കാനാവില്ലെന്നും മതവിധി പറഞ്ഞതിന്റെ പേരിൽ പണ്ഡിതരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള നീക്കം പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുമെന്നുമാണ് സമസ്ത കേരള ജമയത്തുൽ അല്ലമീൻ കോഴിക്കോട് ജില്ലാ കൗൺസിൽ അംഗീകരിച്ച പ്രമേയത്തിലെ നിലപാട്. ഗാസി ഫൗണ്ടേഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട് സമസ്ത മുശാവറ അംഗം ഉമർ ഫൈസി മുക്കം നടത്തിയ പരാമർശമാണ് സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം വീണ്ടും വഷളാക്കിയത്. മഹല്ലുകളുടെ ഗാസിയാകാൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾക്ക് യോഗ്യത ഇല്ല എന്ന പരോക്ഷ പരാമർശമാണ് ലീഗിനെ ചൊടിപ്പിച്ചത്. സാദിഖ് അലി തങ്ങളുടെ പേരെടുത്ത് പറഞ്ഞില്ല എങ്കിലും ലക്ഷ്യം അദ്ദേഹം തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഉമർ ഫൈസി മുക്കത്തിന്റെ പരാമർശം. ആത്മീയ നേതാവും പാർട്ടിയുടെ പരമാധ്യക്ഷനുമായ പാണക്കാട് തങ്ങൾക്ക് എതിരെ വിമർശനം വന്നതോടെ ലീഗ് ഒന്നടങ്കം ഉമർ ഫൈസിക്കും സമസ്തയ്ക്കും എതിരെ രംഗത്ത് വന്നു. ഉമർ ഫൈസിക്ക് പിന്നിൽ CPM ആണ് എന്ന് ലീഗ് നേതാക്കളുടെ ആരോപണം. സമസ്തയിൽ സ്ലീപ്പിംഗ് സെല്ലുകളുണ്ടെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയായ KM ഷാജി പരസ്യമായി പറയുകയും ചെയ്തു. മറുപടിയുമായി സമസ്ത മുശവറ അംഗങ്ങളും കളത്തിലിറങ്ങിയതോടെ വിഷയം ലീഗ് അഭിമാന പ്രശ്നമായി തന്നെ എടുക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് പ്രസ്താവനയിലൂടെ തള്ളിപ്പറഞ്ഞാൽ മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടില്ല എന്നും ഉമർ ഫൈസി മുഖത്തിന് എതിരെ നടപടി കൂടിയേ തീരുവെന്നും ലീഗ് നിലപാടെടുത്തത്. പിളർത്താനും മടിക്കില്ല എന്ന സന്ദേശം ലഭിച്ചതോടെയാണ് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉമർ ഫൈസിയോട് വിശദീകരണം തേടിയത്. ഉപതെരഞ്ഞെടുപ്പ് കാലങ്ങളായതിനാൽ അതോടെ ഒന്നടങ്ങിയ ലീഗ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ വീണ്ടും ശക്തമായി ഇറങ്ങിയിരിക്കുകയാണ്. സാദിഖ് അലി തങ്ങൾക്കെതിരായ പരാമർശത്തിൽ ഉമർ ഫൈസിയോട് വിശദീകരണം തേടിയെങ്കിലും ഇതുവരെ മറ്റ് നടപടികൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ലീഗ് നേതാക്കളുടെ ആശീർവാദത്തോടെ പുതിയ സംഘടന പോലും രൂപീകരിച്ചത്. 1989 സമാന സാഹചര്യത്തിലാണ് സമസ്തയിൽ വലിയ പിളർപ്പുണ്ടായത്. സമസ്തയിൽ നിന്ന് പിളർന്നു പോയ വിഭാഗമാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ പുതിയ സുന്നി പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തിരിക്കുന്നത്. ഉമർ ഫൈസി മുഖത്തിനെതിരെ മാതൃകാപരമായ നടപടി
ഉണ്ടായില്ല എങ്കിൽ അതേ സ്ഥിതിവിശേഷം സംജാതമാകുമെന്ന് തന്നെയാണ് ലീഗിന്റെ മുന്നറിയിപ്പും. ലീഗ് അനുകൂല പക്ഷത്തിന്റെ കടുത്ത തീരുമാനം എന്ത് മാറ്റമാണ് സമസ്തയിൽ ഉണ്ടാക്കുക എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ലീഗ് അനുകൂല പക്ഷത്തിന് ചില ലക്ഷ്യങ്ങളുമുണ്ട്. ആ ലക്ഷ്യത്തിൽ സുപ്രഭാതം പത്രവും ഉൾപ്പെടുന്നുണ്ട്. മറ്റു പ്രധാനപ്പെട്ട വസ്തുത ഉമർ ഫൈസി മുഖത്തിനെതിരെ നടപടി സ്വീകരിക്കുക എന്ന നിലപാടിലേക്ക് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എത്തില്ല എന്നത് തന്നെയാണ്. അങ്ങനെ എളുപ്പം പുറത്താക്കാൻ പറ്റുന്ന വ്യക്തിത്വമല്ല അദ്ദേഹത്തിൻ്റെത് എന്നതും സമസ്തയ്ക്ക് വെല്ലുവിളി തന്നെയാണ്. അത്തരത്തിൽ ഉമർ ഫൈസി മുഖത്തിന് അനുകൂല നിലപാട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇടം തിരിഞ്ഞു നിൽക്കുന്ന ലീഗ് അനുകൂലികൾ പ്രതികരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ആ പ്രതികരണം തന്നെയായിരിക്കും ഇനി സമസ്തയുടെ ഭാവിയും.